ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാല വബഅദ്. നമ്മൾ ബുലൂഗുൽ മറാമിൽ കിതാബുൽ ബൈ എന്ന അധ്യായമാണ്. ബൈ എന്ന് പറഞ്ഞാൽ കച്ചവടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായങ്ങൾ ക്രോഡീകരിച്ച കിതാബാണ് കിതാബുൽ ബൈ എന്ന് പറഞ്ഞാൽ കച്ചവടം, കൊടുക്കലും വാങ്ങലും. മുബാദലത്തുൽ മാൽ ബിൽ മാൽ അലാ വജ്ഹി തറാദി, അന്യോന്യം പ്രീതിപ്പെട്ടുകൊണ്ടുള്ള സമ്പത്തുള്ള കൈമാറ്റം. അന്യോന്യം കൊടുക്കുന്നവനും വാങ്ങുന്നവനും തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള സമ്പത്തിൻ്റെ കൈമാറ്റത്തിനാണ് എന്താ പറയുക, ഷറഇൽ ബൈ എന്ന് പറയാം. ബൈ കൊടുക്കണവനും വാങ്ങുന്നവനും എന്തായിരിക്കണം, അന്യോന്യം പൊരുത്തണ്ടായിരിക്കണം, തൃപ്തി ഉണ്ടായിരിക്കണം. ഇതിൽ കുറേ അധ്യായങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വഅഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടം അല്ലാഹു അനുവദിച്ചു. ഫൈദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറു ഫിൽ അർദി വബ്തഗു മിൻ ഫദ്ലില്ലാഹ്. അവിടെ അള്ളാഹിൻ്റെ ഔദാര്യം തേടാൻ പറഞ്ഞ് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോയിട്ട് ഉദ്ദേശം അവിടെ പ്രധാനമായിട്ടും എന്താണ്, കച്ചവടമാണ്. ഒന്നാമത്തേത് ബാബു ഷുറൂത്തിഹി വമനുഹിയ അൻഹു എന്നാണ്. ബാബു ഷുറൂത്തിഹി, കച്ചവടത്തിൻ്റെ ഷർത്തുകൾ പ്രതിപാദിക്കുന്ന അധ്യായം. വമനുഹിയ അൻഹു, കച്ചവടം വിരോധിക്കപ്പെട്ടത് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. ഉണ്ടോ? എന്താണ്? ഒന്ന് കച്ചവടത്തിൻ്റെ ഷർത്തുകൾ, നിബന്ധനകൾ. പിന്നെ ഒന്ന് വമനുഹിയ അൻഹു, കച്ചവടം വിരോധിക്കപ്പെട്ടതുണ്ട്. ഏതൊക്കെയാണ് വിരോധിക്കപ്പെട്ട കച്ചവടം? അതാണ് ഇവിടെ ഈ അധ്യായത്തിൽ നമ്മൾ ഏതാനും ഹദീസുകൾ ഇവിടെ എഴുതി. ഒന്നാമത്തേത് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാ പറയണം, അൻ റിഫാഅത ഇബ്നി റാഫിഇൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അയ്യുൽ കസ്ബി അത്യബ് ഖാല അമലു റജുലി ബിയദിഹി വകുല്ലു ബൈഇൻ മബ്റൂർ റവാഹുൽ ബസ്സാർ വസഹഹഹു അൽ ഹാക്കിം. തയ്യിബ്, റിഫാഅ ഇബ്നു റാഫിഇൽ നിന്ന് നിവേദനം. അദ്ദേഹം സഹാബിയാണ്. റിഫാഅ ഇബ്നു റാഫിഇ ഇബ്നു ഖുദൈജ് അൽ അൻസാരി, അദ്ദേഹം സഹാബിയാണ്. അദ്ദേഹത്തിൽ നിവേദനം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കപ്പെട്ടു, അയ്യുൽ കസ്ബി അത്യബ്. അയ്യുൽ കസ്ബ് എന്ന് പറഞ്ഞാൽ, കസ്ബ് പറഞ്ഞാൽ സമ്പാദ്യം. ഏത് സമ്പാദ്യമാണ് അത്യബ് എന്ന് പറഞ്ഞാൽ നല്ലത്, ഉത്തമമായത്. അയ്യുൽ കസ്ബി അത്യബ്, ഏത് സമ്പാദ്യമാണ് ഏറ്റവും ഉത്തമമായത്, നല്ലത്. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അമലുർ റജുലി ബിയദിഹി. അമലുർ റജുൽ ബിയദിഹി, എന്താ? ഒരു വ്യക്തിയുടെ കൈകൊണ്ടുള്ള സമ്പാദ്യം, അധ്വാനം. അമലുർ റജുൽ, ഒരു വ്യക്തിയുടെ അമൽ, അധ്വാനം. ഇവിടെ വ്യക്തി എന്ന് പറയാൻ കാരണം എന്താ? റജുൽ എന്നാണ് പ്രയോഗിച്ചത്. അവിടെ ഉദ്ദേശം സ്ത്രീയും ഉദ്ദേശമാണ്. പക്ഷെ കൂടുതലും അധ്വാനിക്കണ ആരാ? ജോലി ചെയ്യണത്, സമ്പാദിക്കുന്നത് ആണുങ്ങളാണ്. ആ നിലക്കാണ് റജുൽ എന്ന പ്രയോഗം. അമലു റജുലി ബിയദിഹി, ഒരു വ്യക്തി തൻ്റെ കൈകൊണ്ട് അധ്വാനിക്കുന്ന അധ്വാനം, അതിലൂടെയുള്ള സമ്പാദ്യമാണ് ഏറ്റവും ഉത്തമമായത്. വകുല്ലു ബൈഇൻ മബ്റൂർ, എന്താ? എല്ലാ മബ്റൂറായ ബൈഉം, കച്ചവടവും മബ്റൂറായ ബൈ, അതും ഒരു വ്യക്തിയുടെ അധ്വാനവും, അതും ആണ് ഏറ്റവും നല്ല സമ്പാദ്യം. മബ്രൂർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം ഇൻഷാല്ലാ. ശരിക്ക് മബ്രൂർ എന്ന് പറഞ്ഞാൽ പുണ്യമാക്കപ്പെട്ട എന്നൊക്കെയുള്ള അർത്ഥമല്ലേ? അങ്ങനെ ഒരു അർത്ഥം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആശയം വ്യക്തമാവില്ല. മബ്രൂറായ ഹജ്ജ് എന്ന് പറയും, മബ്രൂറായ ബൈഅ എന്ന് പറയും. ഈ ഹദീസ് റവാഹുൽ ബസ്സാർ, ഇമാം ബസ്സാറാണ് റിപ്പോർട്ട് ചെയ്തത്. അതിനെ ഹാക്കിം സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. ഹദീസ് അതിൻ്റെ വിവിധ പരമ്പരകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ബലപ്പെട്ട ഹദീസാണ്. ഷെയ്ഖ് അൽബാനി ഒക്കെ ആ രീതിയിൽ അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. തയ്യിബ്, ഇവിടെ പിന്നെ കസ്ബ് എന്ന് പറഞ്ഞാൽ അധ്വാനം. നമുക്ക് കസ്ബ് പറഞ്ഞാൽ സമ്പാദിക്കുവാൻ ഉള്ള സ്രോതസ്സുകൾ എന്തൊക്കെയാണ്? തിജാറത്ത് അല്ലേ, സിറാഅത്ത്, സിനാഅത്ത് അല്ലേ. എന്താണ് തിജാറത്ത് പറഞ്ഞാൽ കച്ചവടം, സിറാഅത്ത് പറഞ്ഞാൽ കൃഷി, സിനാഅത്ത് പറഞ്ഞാൽ വ്യവസായം. അല്ലേ, ഈ മൂന്ന് പ്രധാന സ്രോതസ്സുകളാണ്.
പിന്നെ ഇമാം ഇബ്നു ഹജറും അതേപോലെ ഇമാം ഇബ്നുൽ ഖയ്യിം ഒക്കെ പറഞ്ഞു, പിന്നെ ജിഹാദിലൂടെ ഗനീമത്ത് സ്വത്ത് വരും അല്ലേ, ഗനീമത്ത് സ്വത്ത് വരും. അപ്പോൾ ഗനീമത്ത് സ്വത്തിലൂടെയുള്ള സമ്പാദ്യം അതും എന്താണ്, നമുക്ക് സമ്പത്ത് വരാനുള്ള സ്രോതസ്സാണ്. അപ്പോൾ പിന്നെ അമലുർ റജുൽ ബിയദിഹി, ഒരു വ്യക്തി തൻ്റെ കയ്യാൽ അധ്വാനിക്കുന്നത് അയാൾക്ക് എന്താണ്, വിശിഷ്ട സമ്പാദ്യമാണ്. അത് കൃഷിയിലൂടെ ആകട്ടെ, കച്ചവടത്തിലൂടെ ആകട്ടെ, പിന്നെ വ്യവസായത്തിലൂടെ ആകട്ടെ, അല്ലെങ്കിൽ ഇനി ഗനീമത്ത് സ്വത്തായി ലഭിക്കുന്നതാകട്ടെ. മബ്റൂറായ ബൈഅ, അതൊരു വ്യക്തിൻ്റെ അധ്വാനത്തിൽപ്പെട്ടതല്ലേ. അമലുർ റജുൽ ബിയദിഹി, ഒരു വ്യക്തിൻ്റെ അധ്വാനത്തിൽപ്പെട്ടതാണ് എന്ത് ബൈഅ, കച്ചവടം അല്ലേ. കച്ചവടത്തിന് സാധനം ഇറക്കണം, സാധനം കയറ്റണം, സാധനം വിൽക്കണം, വാങ്ങണം, എഴുതണം അല്ലേ, അതൊക്കെ ഉണ്ട്, അധ്വാനമാണ്. പക്ഷേ ഇതിനെ പ്രത്യേകം എടുത്ത് പറഞ്ഞ് അതെന്തുകൊണ്ടാണ്, പിന്നെ മറ്റു ജോലികളേക്കാൾ ആളുകൾ പരിഗണിക്കുന്ന ജോലിയാണെന്ത്, കച്ചവടം. പിന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്, ഏതാണ് ഇതിൽ ഉത്തമം. വ്യവസായമുണ്ട്, കൃഷിയുണ്ട്, കച്ചവടമുണ്ട്, ഏതാ ഉത്തമം? കൈകൊണ്ട് അധ്വാനിക്കണതാണ് അതിൽ പെട്ട് ഇതൊക്കെ അല്ലേ. പക്ഷെ അതിലേതാണ്, ഈ പറയപ്പെട്ടതിലേതാണ്? ഇബ്നുൽ ഖയ്യിമും ഇബ്നു ഹജറും പറഞ്ഞത് ഗനീമത്ത് സ്വത്താണ് ഏറ്റവും വിശിഷ്ടമായ സമ്പാദ്യം. പക്ഷേ പല പണ്ഡിതന്മാരും പറഞ്ഞു ഏറ്റവും വിശിഷ്ടമായ സമ്പാദ്യം കൃഷിയാണ്. കാരണം ഒരാൾ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൃഷി ഇറക്കിയവന് മാത്രമല്ല ഉപകാരം, പിന്നെയോ കൃഷി ഇറക്കിയവന് ഉപകാരമുണ്ട്, പിന്നെ കൃഷിയിൽ നിന്ന് പിന്നെ അവന് ദാനം ചെയ്യുന്നവർക്ക്, അതേപോലെ കൃഷി വിറ്റാൽ അതെടുക്കുന്നവർക്കൊക്കെ ഉപകാരമുണ്ട്. പിന്നെ ജന്തുജാലങ്ങൾക്കും പറവകൾക്കൊക്കെ അല്ലേ, പറവകൾക്ക് അതുകൊണ്ട് ഉപകാരമുണ്ട് ഒക്കെ ഉണ്ട്. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, പിന്നെ മസല്ലദീന യുൻഫിഖൂന ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ ഇതൊക്കെ, ബിസിനസ്, അതേപോലെ തന്നെ വ്യവസായം, അതേപോലെ കൃഷി, ഇതൊക്കെ എന്തിനാണ്, സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. സാമ്പത്തിക വളർച്ച നോക്കുകയാണെങ്കിൽ പല പണ്ഡിതന്മാരും പറഞ്ഞ് കൃഷിയിലൂടെയാണ് കൂടുതൽ വളർച്ച എന്നാണ്. അതങ്ങനെ പറയാൻ പറ്റൂല ശരിക്കും അല്ലേ. കച്ചവടത്തിലൂടെ വളർച്ചയല്ലേ, വ്യവസായത്തിലൂടെ അല്ലേ. ഒരു കാലത്ത് പണ്ട് കാലങ്ങളിലൊക്കെ കാർഷിക വിളകളിലൂടെ ആയിരുന്നു സാമ്പത്തിക വളർച്ചയെങ്കിൽ പിൽക്കാലത്ത് വ്യവസായത്തിലൂടെയാണ് വളർച്ച, പ്രത്യേകിച്ച് ഈ യുഗത്തിലൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ ചിലർ അത് പരിഗണിച്ചിട്ട് പറഞ്ഞ കൃഷിയാണ് ഏറ്റവും നല്ലത്, കൃഷിയിലൂടെയുള്ള സമ്പാദ്യം. ചിലർ പറഞ്ഞില്ല കച്ചവടത്തിലൂടെയുള്ള സമ്പാദ്യമാണ് ഉത്തമം എന്ന് പറഞ്ഞു. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതിലൂടെ ആയിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യൻ്റെ കയ്യാൽ അയാൾ അധ്വാനിക്കുന്ന സമ്പാദ്യമാണ് ഉത്തമം. അതിനി വ്യവസായം ആയാലും കച്ചവടമായാലും കൃഷി ആയാലും എന്തായാലും. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലന്ന ലഹുൽ ഹദീദ്, ഇരുമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ഉരുക്കി കീഴ്പ്പെടുത്തി കൊടുത്തു. അദ്ദേഹം എന്താ ഉണ്ടാക്കിയിരുന്നത്? ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ് മലിക്കാണ്, പ്രവാചകനാണ്, രാജാവാണ്. എന്നിട്ട് അദ്ദേഹം ഉണ്ടാക്കിയിരുന്നത് എന്താണ്? സനാത്ത ലബൂസ് അല്ലേ, അങ്കി പോലുള്ളതായ പിന്നെ 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 യുദ്ധോപകരണങ്ങൾ അദ്ദേഹം നിർമ്മിച്ചിരുന്നു. മനസ്സിലായി, അതായത് ഇതിൽ ജോലിയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജോലി ചെയ്തിരുന്നു. ഒരു നബിയുമില്ല ആടിനെ മേക്കാതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ജോലി ചെയ്തിട്ടുണ്ട്. ഏതായാലും ഒരു വ്യക്തി തൻ്റെ കയ്യാൽ അധ്വാനിക്കുക, അതിലൂടെ വരുന്നതാണെന്ത് ഏറ്റവും ഉത്തമമായ സമ്പാദ്യം. അതിനി ഏതായാലും കൃഷിയായാലും വ്യവസായമായാലും കച്ചവടമായാലും പിന്നെന്തായാലും. വകുല്ലു ബൈഇൻ മബ്റൂർ, മബ്റൂറായ എല്ലാ ബൈയും നല്ല സമ്പാദ്യമാണെന്നാണ്. എന്താ മബ്റൂറായ ബൈ? മബ്റൂറായ ബൈ എന്ന് പറഞ്ഞാൽ കച്ചവടം അനുവദിച്ചു, പലിശ വിരോധിച്ചു ഇതല്ലേ. അപ്പോൾ കച്ചവടത്തിൽ പലിശ ഉണ്ടാകാൻ പാടില്ല, പലിശ ഇല്ലാത്ത കച്ചവടം. എങ്ങനെ പലിശയിൽ കച്ചവടത്തിൽ പലിശ എങ്ങനെ വരിക? പലിശ കച്ചവടം തന്നെ ഉണ്ടാ? പലിശക്ക് വാങ്ങിയിട്ടുള്ള കച്ചവടം അത് ഇതറ അത് പിന്നെന്ത് പലിശക്ക് വാങ്ങിയിട്ടുള്ള കച്ചവടം ഉണ്ടല്ല, അത് ശരിയാണ്. അങ്ങനെയുള്ള കച്ചവടം മബ്റൂറല്ലാത്ത കച്ചവടം അത് ശരിയാണ്, അതിന് പിന്നെ അനിവാര്യ ഘട്ടങ്ങളില്ലെങ്കിൽ. അതേസമയം കൊള്ളലാഭം പലിശയല്ല. ഒരേ വർഗത്തിൽപ്പെട്ടത് വിൽക്കുമ്പോൾ, പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുമ്പോൾ ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ എന്തായി? പലിശയായി അല്ലേ? മനസ്സിലാണില്ല.
പഴയ സ്വർണം കൊടുത്ത് പുതിയ സ്വർണം വാങ്ങുമ്പോൾ ഏറ്റക്കുറച്ചിലുണ്ട് എങ്കിൽ എന്തായി? പലിശയായി. തുല്യത്തിന് തുല്യമായിരിക്കണം, കൈയോട് കൈ ആയിരിക്കണം. നൂലളവിൽ രൊക്കമായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അത്തരം ഇടപാടുകൾ പറഞ്ഞു വരുന്നത്. പിന്നെ അങ്ങനെയാണ് എങ്കിൽ പലിശ വന്നാൽ എന്തായി? മബ്രൂറല്ല. അതേപോലെ തന്നെ ഗിഷ്, ഖറർ, തദ്ലീസ് ഇതൊക്കെ കച്ചവടത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായി? കച്ചവടം മബ്രൂറല്ലാതായി. ഗിഷ് എന്ന് പറഞ്ഞാൽ ചതിപ്രയോഗം, ഖറർ എന്ന് പറഞ്ഞാൽ വഞ്ചന, ഡ്യൂപ്ലി കൊണ്ടുവന്നിട്ട് ഒറിജിനലാണ് ഇറക്കുക അല്ലേ. തദ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇപ്പം റസൂലുള്ളാഹിൻ്റെ കാലത്ത് ആണല്ലേ നല്ല കാരൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി എനിക്ക് ഇങ്ങനെ കൈയിട്ട് നോക്കി, കൈ പുറത്ത് കൊടുത്തപ്പോൾ നനവ്, പുറത്ത് നനവില്ല, ഉള്ളിൽ നനവ്. അപ്പോൾ ചോദിച്ചത് എന്താണ്? അപ്പോൾ ഇന്നലെ മഴ ഉണ്ടതാണ്. അപ്പോൾ ആളുകൾ കാണാതിരിക്കാൻ, മഴ ഉണ്ട് ആരും വാങ്ങൂല എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നല്ല കാരക്ക അതിൻ്റെ മുകളിൽ പാകിയിട്ടതാണ് പറഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു മൻ ഖശന ഫഹുവ ഫലൈസ മിന്ന, നമ്മളെ പറ്റിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. അപ്പോൾ ഗിഷ് കച്ചവടത്തിൽ ചതി, അതേപോലെ വഞ്ചന, അതേപോലെ തന്നെ പൂഴ്ത്തിവെപ്പ്, തദ്ലീസ് ഇതൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായി? കച്ചവടം അത് മബ്രൂറല്ല, പിന്നെയോ മസ്സൂറാണ്, പാപഭംഗിയിലാണ്. അപ്പോൾ ഇതൊന്നും ഇല്ലാത്ത കച്ചവടത്തിനാണ് എന്താ പറയുക? മബ്രൂറായ കച്ചവടം എന്ന് പറയുക. ചതിപ്രയോഗം പാടില്ല, പലിശ പാടില്ല, വഞ്ചന പാടില്ല, പൂഴ്ത്തി വെക്കുന്ന സ്വഭാവം പാടുള്ളതല്ല. അതൊന്നും ഇല്ലാതെയുള്ള കച്ചവടത്തിനാണ് മബ്രൂറായ കച്ചവടം, ഹലാലായ കച്ചവടം എന്നർത്ഥം. ഹലാലായ കച്ചവടം. അപ്പോൾ ഒരാൾ ഹലാലായ നിലക്ക് കച്ചവടം ചെയ്യുന്നുവെങ്കിൽ അതെന്താണ്? മബ്രൂറാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്ന തുജ്ജാറ യുബ്അസൂന യൗമൽ ഖിയാമത്തി ഫുജ്ജാറ ഇല്ലാ മൻ ബർറ വസദഖ്. ഇന്ന തുജ്ജാർ കച്ചവടക്കാർ യുബ്അസൂന യൗമൽ ഖിയാമ അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും ഫുജ്ജാറൻ. എന്താ ഫുജ്ജാർ? ഇന്നൽ ഫുജ്ജാറ ലഫി ജഹീം എന്ന് പറഞ്ഞാൽ അല്ലാഹു കാട്ടന അഊദു ബില്ലാഹ്. തമ്മാടികളായിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഇല്ലാ മൻ ബർറ വസദഖ്, സത്യസന്ധത പുലർത്തുകയും പുണ്യം പ്രവർത്തിക്കുകയും ചെയ്തവനേക്ക്. ബർറ ഇതിൽ നിന്നാണ് മബ്രൂർ അല്ലേ. നല്ല നിലക്കായിരിക്കണം കച്ചവടം. നല്ല നിലക്ക് കച്ചവടം ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്പാദ്യം ഏറ്റവും നല്ലതാണ്, വിശിഷ്ടമാണ്. അതില്ല എങ്കിൽ ഫുജ്ജാറായിരിക്കും അന്ത്യനാളിൽ എന്നുള്ളതാണ്. അല്ലാഹു കാക്കട്ടെ നഊദു ബില്ലാഹ്. തയ്യിബ്, അതാണ് ഒന്നാമത്തെ ഹദീസ്. عن رفاعة ابن رافع رضي الله عنه أن النبي صلى الله عليه وسلم سئل أي الكسب أطيب، أي الكسب أطيب قال عمل الرجل بيده وكل بيع مبرور كل بيع مبرور. ഉമറിൻ്റെ അടുക്കലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് യുവാക്കളാണെങ്കിൽ ഉമർ ചോദിക്കുന്നതാണ് എന്താ എൻ്റെ ജോലി ചോദിക്കും, എൻ്റെ ജോലി. അപ്പോൾ ജോലിയൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉമറിൻ്റെ അടുത്ത് അയാൾക്കൊരു വില ഉണ്ടായിരുന്നില്ല എന്ന്. ജോലി ഇല്ലാതെ പിന്നെ ഇങ്ങനെ നടക്കുന്ന, ജോലി ചെയ്യാതെ നടക്കുന്ന ആളുകൾക്ക് ഒരു വില ഉമറിൻ്റെ കൺമുമ്പിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാചിച്ചു വന്നവർക്ക് ഉണ്ട് പറഞ്ഞില്ലേ, പിന്നെ വെട്ടാനൊക്കെ പറഞ്ഞ് നമ്മൾ ഹദീസ് പഠിച്ചല്ലോ. ജോലി ചെയ്യാൻ കൽപ്പിക്കുന്ന, ജോലി എടുത്ത് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ദീനാണ് നമ്മുടെ ദീൻ. തയ്യിബ്, അതാണ് ഒന്നാമത്തെ ഹദീസ്. രണ്ടാമത്തെ ഹദീസ് ജാബിർ ബിൻ അബ്ദുല്ലാ അല്ലേ. وعن جابر بن عبد الله رضي الله تعالى عنهما أنه سمع رسول الله صلى الله عليه وسلم عام الفتح يقول. അങ്ങനെയല്ലേ ഹദീസിൻ്റെ ലഫ്ദ്? أنه سمع رسول الله صلى الله عليه وسلم يقول عام الفتح. أنه جابر رضي الله تعالى عنه سمع رسول الله صلى الله عليه وسلم رسول الله صلى الله عليه وسلم തങ്ങളെ കേട്ടു യഖൂൽ പറയുന്നതായി കേട്ടു. എന്ത്? ആമൽ ഫത്ഹ്. എന്താ ആമൽ ഫത്ഹ്? മക്ക ഫതഹായ വർഷം. മക്ക ഫതഹായ വർഷം ഏതാണ് ആ വർഷം? ഹിജറാബ്ദം 8. ഹിജറാബ്ദം 8. ഹിജറയുടെ 8 മക്ക ഫതഹായി, മക്ക റിപ്പബ്ലിക്കായി. അപ്പം മക്ക റിപ്പബ്ലിക്കായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ വെച്ച് പ്രസംഗിച്ചാണത്. മക്കയിൽ വെച്ച് പ്രസംഗിച്ചതാണ്. അത് ജാബിർ റളിയല്ലാഹു തആല അൻഹു കേട്ടത് അദ്ദേഹം ഉദ്ധരിക്കുകയാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗിച്ചത്? ഇന്നല്ലാഹ വറസൂലഹു ഹറമ ബൈഅൽ ഖംരി. ഇന്നല്ലാഹ ഹറമ വറസൂലുഹു ഇല്ല, അതിലില്ല, നിങ്ങളിലില്ല, റസൂല ഉണ്ടോ? നിങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര പ്രശ്നമാണ്. നമ്മളിവിടെ എഴുതുന്ന ഇവരാരും സമ്മതിക്കണില്ല. ഇന്നല്ലാഹ വറസൂലഹു, അല്ലെങ്കിൽ ഇന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു,
വ റസൂലഹു അള്ളാഹുവിൻ്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറമ ഹറാമാക്കി. ഇവിടെ പിന്നെ ഇന്നല്ലാഹ വ റസൂലഹു ഹറമ എന്ന് വേണം, റസൂൽ എന്നുണ്ടെങ്കിൽ ഹറമ എന്ന് വേണം. പക്ഷേ ഇവിടെ എന്തേ ഉള്ളൂ, ഹറമ എന്നുള്ളൂ. അപ്പോൾ അള്ളാഹു ഹറാമാക്കി. ഇവിടെ ഇന്നല്ലാഹ വ റസൂലഹു ഹറമ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഹറാമാക്കിയത്? അള്ളാഹുവാണ്. അത് എത്തിക്കുന്ന ആളാണ് ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ പരിഗണനയിലാണ് ഇന്നല്ലാഹ വ റസൂലഹു ഹറമ എന്ന് ഇവിടെ പ്രയോഗിച്ചത്. ഇന്നല്ലാഹ എന്ന് പറഞ്ഞാലും ശരിയാണ്, ഇന്നല്ലാഹ വ റസൂലഹു എന്ന് പറഞ്ഞാലും അത് ശരിയാണ്. തയ്യിബ്, ഇന്നല്ലാഹ വ റസൂലഹു ഹറമ ബൈ അൽ ഖംരി വൽ മൈതതി വൽ ഖിൻസീർ വൽ അസ്നാം ഫഖീൽ യാ റസൂലല്ലാഹ് അറഅയ്ത ശുഹൂമൽ മൈത ഫഇന്നഹാ തുത്ലാ ബിഹാ അസ്സുഫുനു വതുദ്ഹനു ബിഹൽ ജുലൂദു വയുദ്ഹനു ബിഹൽ ജുലൂദു തുദ്ഹനു വയുസ്തസ്ബഹു വയസ്തസ്ബിഹു ബിഹന്നാസു. യുസ്തസ്ബിഹു എന്നില്ലല്ലേ, യസ്തസ്ബിഹു ബിഹന്നാസ്. വയസ്തസ്ബിഹു ബിഹന്നാസ് ഫഖാല لا هو حرام ثم قال رسول الله صلى الله عليه وسلم عند ذلك قاتل الله اليهود إن الله تعالى لما حرم عليهم شحومها جملوه ثم باعوه فأكلوا ثمنه متفق عليه. طيب, ജാബിർ റളിയല്ലാഹു തആല അൻഹു മക്കം ഫതഹിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടതാണ്. എന്താ? ഇന്നല്ലാഹ വ റസൂലുഹു ഹറം, അള്ളാഹുവിൻ്റെ റസൂലും ഹറാമാക്കി. എന്തിനെ? ബൈ അൽ ഖംർ, എന്താ ബൈ ഉൽ ഖംർ? മദ്യം വിൽക്കുന്നത്. വൽ മൈത, ശവവും. വൽ ഖിൻസീർ, അക്രമക്കുമുള്ള ഖിൻസീറും. വൽ അസ്നാം, എന്താ അസ്നാം? വിഗ്രഹങ്ങൾ. ഇവയെ വിൽക്കുന്നത് റസൂലുള്ളാഹി ഹറാമാക്കി. ഫഖീൽ, അപ്പോൾ റസൂലുള്ളാഹിയോട് ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ദൂതരെ, അറഅയ്ത ശുഹൂമൽ മൈത, അറഅയ്ത്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് പറഞ്ഞാലും, അഖ്ബിർനാ എന്ന അർത്ഥത്തിൽ. ശുഹൂമൽ മൈത, എന്താ ശുഹൂമൽ മൈത? മയ്യത്തിൻ്റെ കൊഴുപ്പ്, ശവത്തിൻ്റെ കൊഴുപ്പുണ്ടല്ലോ, അതിനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞാലും. ഫൈനഹ, കാരണം ഈ മയ്യത്തിൻ്റെ ശവത്തിൻ്റെ കൊഴുപ്പ്, തുത്ലാ ബിഹാ സുഫുൻ, അതുകൊണ്ട് കപ്പലുകൾക്ക് മെഴുക് തേക്കാറുണ്ട്. കപ്പൽമൻ മെഴുക് പുരട്ടാറുണ്ട്. എന്തിനാ കപ്പൽമൻ മെഴുക് പുരട്ടണത്? ചീത്താകാതിരിക്കാനും വെള്ളം ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാനും. കപ്പൽ മരം കൊണ്ടൊക്കെ അടിച്ചുണ്ടാക്കണല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? മെഴുക് പുരട്ടതിൻ്റെ പുറത്ത്. തുത്ലാ ബിഹാ സുഫുൻ, കപ്പലുകളിൽ അതുകൊണ്ട് മെഴുക് പുരട്ടാറുണ്ട്. തുദ്ഹനു ബിഹൽ ജുലൂദ്, അതേപോലെ തൊലിയിൽ എണ്ണ പുരട്ടാറുണ്ട്. യുദ്ഹനു മുഷ്കിൽ, തുദ്ഹനു. ജുലൂദ് ജമ്മായതുകൊണ്ട് തുദ്ഹനു എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ജുലൂദ് എന്നതിൻ്റെയും ഫേലിൻ്റെയും ഇടയിൽ ബിഹ എന്ന് വേർപ്പെടുത്തിയതുകൊണ്ട് യുദ്ഹനു പറഞ്ഞാലും കുഴപ്പമില്ല. വ്യാകരണ പ്രകാരം രണ്ടും അനുവദനി. തുദ്ഹനു ബിഹ, ഈ കൊഴുപ്പ് കൊണ്ട് എണ്ണ പുരട്ടും. എവിടെ? അൽ ജുലൂദ്, തൊലികളിൽ. എണ്ണ പുരട്ടല്ല, കൊഴുപ്പിനെ പുരട്ടും. പൂപ്പടക്കാറ്, അതാണ് നമ്മൾ മലപ്പുറം ഭാഷ. അത് എന്താ സംഗതി മനസ്സിലായില്ലേ? യസ്തസ്ബിഹു ബിഹന്നാസ്, ജനങ്ങൾ അതുകൊണ്ട് എന്താണ്? യസ്തദിഉ എന്ന് പറഞ്ഞാൽ എന്താ? വിളക്കിൽ പാർന്നിട്ട് വെളിച്ചത്തിന് ഉപയോഗിക്കാം. വിളക്കിൽ പാരാൻ ഉപയോഗിക്കുക എന്നർത്ഥം. തീ കത്തിക്കാൻ ഉപയോഗിക്കുക. വെളിച്ചം കിട്ടാൻ തീ കത്തിക്കാൻ ഉപയോഗിക്കും, അതാണത് ഉദ്ദേശം. അപ്പോൾ ശവത്തെ ഹറാമാക്കിയപ്പോൾ ചോദിക്കുകയാണ്, ശവത്തിൻ്റെ കൊഴുപ്പ് അതിനെക്കുറിച്ച് പറഞ്ഞാണ്. കാരണം കപ്പലിന് പുരട്ടാനും തൊലികൾ എണ്ണ പുരട്ടാനും അതേപോലെ വിളക്കിൽ കത്തിക്കാനും ജനങ്ങളത് ഉപയോഗിക്കുന്നുണ്ട്. ഫഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഹുവ ഹറാം, ലാ പാടില്ല, ഹുവ ഹറാമുൻ, അത് ഹറാമാകുന്നു. സുമ്മ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ദാലിക്, പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സന്ദർഭത്തിൽ പറഞ്ഞു, ഖാതലല്ലാഹുൽ യഹൂദ്, യഹൂദരെ അള്ളാഹു ശപിക്കട്ടെ.
യഹൂദരെ അള്ളാഹു ശപിക്കട്ടെ. ഇന്നല്ലാഹ തആല, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ലമ്മ ഹറമ അലൈഹിം യഹൂദരുടെ മേൽ ഹറാമാക്കിയപ്പോൾ ഷുഹൂമഹ എന്ന് പറഞ്ഞാൽ ഷുഹൂമൽ മൈത്ത, ശവത്തിൻ്റെ കൊഴുപ്പ് യഹൂദർക്ക് ഹറാമാക്കിയപ്പോൾ ജമലൂഹു എന്ന് പറഞ്ഞാൽ അവരത് ഉരുക്കി. അവരെന്ത് ചെയ്തു? അത് ഉരുക്കി. സുമ്മ എന്നിട്ട് ബാഊഹു, അവർ അത് വിറ്റു. ഉരുക്കിയിട്ട് എന്ത് ചെയ്തു? വിറ്റു. അകലു സമനഹു, എന്നിട്ട് അവരതിൻ്റെ വില തിന്നു. അപ്പോൾ അവരെന്ത് ചെയ്തില്ല? അത് ഉപയോഗിച്ചില്ല. പക്ഷെ അത് ഉരുക്കിയിട്ട് എന്ത് ചെയ്തു? അവർ വിറ്റിട്ട് അതിൻ്റെ കാശ് അവർ ഭുജിച്ചു. അതെന്താണ്? ഹറാമിന് കുതന്ത്രമാണ്. ഹറാമിന് വേണ്ടിയിട്ടുള്ള കുതന്ത്രമാണ് അവർ പ്രയോഗിച്ചത്. ആ കുതന്ത്രത്തിൻ്റെ കാരണത്താലാണ് ആ പണി ചെയ്ത യഹൂദരെ ഖാതല അല്ലാഹുൽ യഹൂദ്, അള്ളാഹു ശപിക്കട്ടെ എന്ന് പറഞ്ഞു. തയ്യിബ്. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യം, ഖംർ എന്താ? ലഹരിയാണ്. ലഹരി വസ്തു അല്ലേ? അപ്പോൾ പിന്നെ ഈ മയക്കുമരുന്നൊക്കെ ഉണ്ടല്ലോ, അത് നിഷിദ്ധമാണ്. കാരണം മദ്യം, ഇതിൻ്റെ ലഹരി, അതിനാലുള്ള അപകടം അത് പരിമിതമാണ്. പക്ഷേ മയക്കുമരുന്നിനുള്ള അപകടം വ്യാപകമാണ്, പല നിലയ്ക്കും വ്യാപകമാണ്. മൈത്തത്ത് എന്ന് പറഞ്ഞാൽ ശവത്തെ സംബന്ധിച്ചിടത്തോളം ശവം എന്താണ്? വിൽക്കുന്നത് ഹറാമാണ്. ശവം വിൽക്കാൻ പാടുള്ളതല്ല. ഖിൻസീർ അക്രമക്കുമുള്ള, അത് റിജ്സാണ്, നജസാണ്, അത് വിൽക്കാൻ പാടുള്ളതല്ല. അതേപോലെ തന്നെ വിഗ്രഹങ്ങളും വിൽക്കാൻ പാടുള്ളതല്ല. ഇതൊക്കെ മദ്യവും ഖിൻസീറും അസ്നാമും ഒക്കെ വിൽക്കാൻ പാടില്ല എന്നുള്ളതിൽ എന്തില്ല, ഇഷ്കാലില്ല. കാരണം എന്താണ്? അത് അതിൻ്റെ എന്തുകൊണ്ട് എന്നുള്ളത് വ്യക്തമാണ്. മൈത്തത്ത് ശവം വിൽക്കാൻ പാടില്ലായിരുന്നു. ശവം പെടുന്നില്ലേ? ഉദാഹരണത്തിന് എന്താ? മത്സ്യം അതിൻ്റെ ഹുക്കുമ് വേറെയാണ്, മത്സ്യത്തിൻ്റെ ഹുക്കുമ് വേറെയാണ്. ഉഹില്ലത്ത് ലനാൽ മൈത്തത്താൻ, നമുക്ക് 2 മൈത്തത്ത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. അതൊന്നെന്താണ്? ഹൂത്താണ്, മത്സ്യമാണ്. മറ്റൊന്ന് ജറാദാണ്. അത് ബുലുഗുൽ മറാമിൻ്റെ തുടക്കത്തിൽ ആ വിഷയത്തിൽ ഹദീസുകൾ വന്നിട്ടുണ്ട്. ചത്രം മൃഗങ്ങളെ വിൽക്കാറുണ്ടോ? തോല് വേറെ. പിന്നെ മാംസം ഹലാലായ മൃഗങ്ങളുടെ തോല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ട് അത് ഊറക്കിട്ടിട്ടുണ്ടെങ്കിൽ തോല് ഉപയോഗിക്കാം എന്നുള്ളത്. അതിന് വേറെ തെളിവുണ്ട്. ശവം പിന്നെ വിൽക്കുന്നത് ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഈ വളത്തിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ടോ? ശവം കുഴിച്ചിടാറുണ്ടല്ലേ? പക്ഷെ ചില ജീവികളെ അത് പിന്നെ മയ്യത്തിൻ്റെ അത് വേറെ, മനസ്സിലായി? അതൊരിക്കലും പാടുള്ളതല്ല. ഈ മനുഷ്യരുടെ മയ്യത്ത് വിൽക്കുക എന്നുള്ളത് പാടുള്ളതല്ല. കാരണം അത് അമാനത്താണ്. അത് പിന്നെ ഈ ദുനിയാവിൽ കച്ചവടം ചെയ്യാനുള്ള ഏർപ്പാടല്ല. അത് മയ്യത്ത് വിൽക്കാൻ പാടുള്ളതല്ല. മയ്യത്ത് ആദരണീയാണ്. എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ പിന്നെ തന്നത് അതേ രീതിയിൽ അതിന് അള്ളാഹ്ക്ക് നൽകണം. കസ്റു അളമിൽ മയ്യത്തിക്ക് കസ്രിഹി ഹയ്യൻ, ഒരു മയ്യത്തിൻ്റെ എല്ല് പൊട്ടിക്കൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ എല്ല് പൊട്ടിക്കുന്നത് പോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഈ ഇതൊക്കെ പിന്നെ പോസ്റ്റ്മോർട്ടമൊക്കെ അതൊക്കെ നിർബന്ധ സാഹചര്യങ്ങൾ അനുവദിക്കുന്ന വിഷയമാണ്. അതില്ല എങ്കിൽ മയ്യത്തോട് കളി പാടില്ല. യുദ്ധക്കളത്തിൽ വധിക്കപ്പെട്ട മയ്യത്താണെങ്കിൽ വരെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിമീങ്ങൾ വധിക്കപ്പെട്ടു യുദ്ധത്തിൽ, അവരായിട്ട് യുദ്ധം നടത്തേണ്ട സാഹചര്യം ഉണ്ടായി. മനസ്സിലല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വധിച്ചോ ഖലാസ്, ഒരാൾ മരിച്ചോ ഖലാസ്, പിന്നെ അയാളെ ചിത്രവധം നടത്താനോ മൂക്ക് ചെത്തുക ചെവി ചെത്തുക അതൊന്നും പാടുള്ളതില്ല. അതൊക്കെ വളരെ കർക്കശമായിട്ട് ഇസ്ലാമിൽ വിലക്കിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ആരും ഒരു മയ്യത്തിനെ ഒരാൾ ഉടമപ്പെടുത്തുന്നില്ല. കച്ചവടത്തിൽ അതിൻ്റെ നിബന്ധനകളിൽപ്പെട്ടതാണ് കച്ചവടം ചെയ്യുന്ന ആൾ ആ സംഗതി ഉടമപ്പെടുത്തിയിരിക്കണം. ഞാനൊരു സംഗതി കച്ചവടം ചെയ്യുകയാണെങ്കിൽ ഇത് ഞാൻ ഉടമപ്പെടുത്തിയിരിക്കണം. മനസ്സിലായിരിക്കുക. അതേപോലെ തന്നെ ഞാൻ ഉടമപ്പെടുത്തിയത് വിൽക്കാൻ എനിക്ക് തസറുഫിന് അവകാശം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു 4 വയസ്സുള്ള കുട്ടി, അയാൾക്ക് കുറേ സ്വത്തുണ്ട്, വാപ്പാൻ്റെ സ്വത്തുണ്ട്, അയാൾ അങ്ങാടി പോയിട്ട് വിൽക്കാമെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പാടുണ്ടോ? അയാൾക്ക് വിൽക്കാൻ പാടുണ്ടോ? ഇല്ല. മനസ്സിലായി? അപ്പോൾ ഉടമപ്പെടുത്തുകയും ചെയ്യണം, ഇത് കൈകാര്യം ചെയ്യാനുള്ള അനുവാദം അയാൾക്ക് ഉണ്ടായിരിക്കണം, യോഗ്യത ഉണ്ടായിരിക്കണം. മനസ്സിലായി? മയ്യത്തിനെ ആരെ ഉടമപ്പെടുത്തുന്നത്? മയ്യത്ത്
ഉടമപ്പെടുത്തുന്നത് ആരാണ്? ആരും മയ്യത്തിനെ ഉടമപ്പെടുത്തുന്നില്ല. മനസ്സിലായേ? അതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ വിൽക്കുക എന്നുള്ളത് പാടുള്ളതല്ല. പിന്നെ പഠനാവശ്യം അത് അനിവാര്യതയാണ്. ആ അനിവാര്യതയ്ക്ക് വേണ്ടിയിട്ട് മയ്യത്തിനെ ഉപയോഗിക്കേണ്ട അവസ്ഥ വരികയാണ് എങ്കിൽ അത് ഇടപാടിലൂടെ ആകാൻ പാടുള്ളതല്ല, ഒരിക്കലും കച്ചവടത്തിലൂടെ ആകാൻ പാടുള്ളതല്ല. അത് ഇടപാടിലൂടെ ആകാൻ പാടുള്ളതല്ല, അതിൽ ഇഷ്കാലില്ല. അവയവ കൈമാറ്റത് വേറെ വിഷയം. അതും പിന്നെ എന്താണ്, പിന്നെ അത് പിന്നെ നിർബന്ധ സാഹചര്യങ്ങളിൽ പണ്ഡിതന്മാർ അനുവദിക്കുന്ന വിഷയമാണ്. ഇതേപോലെ അതും കച്ചവടം പാടുള്ളതല്ല. രക്തമായാലും അതേപോലെ തന്നെ പിന്നെ അവയവങ്ങളായാലും ഒക്കെയും കച്ചവടം പാടുള്ളതല്ല, വിൽപ്പന പാടുള്ളതല്ല, അതിൽ വിൽപ്പന പാടുള്ളതല്ല. പിന്നെ വാങ്ങാൻ നിർബന്ധിതരാകും ചിലർ, അതേസമയം വിൽക്കാൻ ഒരിക്കലും നിർബന്ധിതനാവില്ല. വാങ്ങുന്നവനെ പോലെയല്ല വിൽക്കുന്നവൻ. വാങ്ങുന്നവൻ നിർബന്ധനായിരിക്കും അല്ലേ? പക്ഷെ വിൽക്കുന്നവനോ ആ സ്വത്ത് ഒരിക്കലും അനുവദനീയാവില്ല. കുറേ ഈ ആ വിഷയങ്ങളിൽ കുറേ ഈ ആധുനിക പഠനങ്ങളും നിയമങ്ങളും ആ വിഷയത്തിൽ വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. فقيل يا رسول الله أرأيت شحوم الميتة فإنها تطلى بها السفن وتدخن بها الجلود ويستصبح بها الناس فقال لا هو حرام. ثم قال رسول الله عند ذلك قاتل الله اليهود إن الله تعالى لما حرم عليهم شحومها جملوه ثم باعوه فأكلوا ثمنه. ഇവിടെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് കൊണ്ടുവന്നത് ഹറാമാക്കിയ മാനുഹിയാനൂന, ഹറാമാക്കപ്പെട്ട കച്ചവടങ്ങൾക്ക് ഉദാഹരണങ്ങൾ. പിന്നെ കച്ചവടത്തിൽ ഹറാമിലൂടെ സ്വത്ത് കൊള്ളാനുള്ള കുതന്ത്രം, അതിനാൽ എന്താ ഉണ്ടാവുക? യഹൂദർക്ക് എന്താ സംഭവിച്ച്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശപിച്ചു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഹദീസ്. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം سمعت وعن ابن مسعود رضي الله تعالى عنه قال سمعت رسول الله صلى الله عليه وسلم يقول إذا اختلف المتبايعان وليس بينهما بينة فالقول ما يقول رب السلعة أو يتتاركان لا رواه الخمسة وصححه الحاكم. അബ്ദുല്ലാ ഇബ്നു മസ്ഊദിൽ നിന്നാണ് ഹദീസ്. വാൻ അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഖാൽ സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു എന്ന് ആര് പറയാണ്? അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് അൽ ഹുദലി റളിയല്ലാഹു തആല അൻഹു. തയ്യിബ്, എന്താ റസൂലുള്ളാഹി പറഞ്ഞത്? ഇദഖ്തലഫൽ മുതബായിആനി. മുതബായിആൻ എന്ന് പറഞ്ഞാൽ വാങ്ങുന്നവനും വിൽക്കുന്നവനും, കൊടുക്കുന്നവനും കൊള്ളുന്നവനും, അവർ അഭിപ്രായ വ്യത്യാസത്തിലായാൽ. ഇദഖ്തലഫൽ മുതബായിആനി, ഇടപാടുകാർ കൊള്ളുന്നവനും കൊടുക്കുന്നവനും അഭിപ്രായ വ്യത്യാസത്തിലായാൽ. വലൈസ ബൈനഹുമാ ബയ്യിന, അവർക്കിടയിൽ ബയ്യിനത്തില്ലാതിരിക്കുകയും ചെയ്താൽ. ബയ്യിനത്ത് പറഞ്ഞാൽ എന്താ? തെളിവ്. ബയ്യിന എന്ന് പറഞ്ഞാൽ തെളിവ്. അഭിപ്രായ വ്യത്യാസത്തിലായി കൊണ്ടവനും കൊടുത്തവനും, അവർക്കിടയിൽ തെളിവില്ല. ഫൽ ഖൗൽ, അപ്പോൾ വാക്ക് മാ യഖൂലു റബ്ബുസിൽഅ പറയുന്നതാണ്. റബ്ബുസിൽഅ എന്നാണ് എന്താ? ചരക്കിൻ്റെ ഉടമ. വാങ്ങിയവനും വിറ്റവനും അഭിപ്രായ വ്യത്യാസത്തിലായി. അപ്പോൾ ആരുടെ വാക്കാ സ്വീകാര്യം? ചരക്കിൻ്റെ ഉടമ പറയുന്ന വാക്കാണ് സ്വീകാര്യം. അതാണ് ഫൽ ഖൗലു മാ യഖൂലു റബ്ബുസിൽഅ. ഔ അല്ലെങ്കിൽ യതതാറക്കാൻ എന്നാണ് രണ്ടാളും തിരിച്ചു കൊടുക്കുക, മടക്കുക. ഔ അല്ലെങ്കിൽ യതതാറക്കാനി, രണ്ട് പേരും കൊണ്ടത് അന്യോന്യം തിരിച്ചു കൊടുക്കുക, മടക്കുക. എന്താ പറഞ്ഞേ? അതായത് കച്ചവടം നടന്ന് പിന്നീട് അഭിപ്രായ വ്യത്യാസത്തിലായി. ഈ കച്ചവടം നടന്നതിന് തെളിവില്ല, ബയ്യിനത്തില്ല.
അപ്പോൾ ആരുടെ വാക്കാണ് സ്വീകരിക്കേണ്ടത്? ഫൽ ഖൗലു മാ യഖൂലു റബ്ബുസിൽ, ചരക്കിൻ്റെ ഉടമ പറയുന്ന വാക്കാണ് സ്വീകരിക്കേണ്ടത്. അത് സ്വീകരിച്ചിട്ട് അയാളെ കൊണ്ട് സത്യം ചെയ്യുക. അല്ല പിന്നെ അയാൾ സത്യം ചെയ്യുക. കാരണം എന്താ? ഇപ്പോൾ അതിനൊരു ഉദാഹരണം, ഒരു സാധനം വിറ്റ് ഒരാൾ വന്നു വാങ്ങി, മനസ്സിലല്ലേ? അയാൾ പറയാണ് ഞാൻ പിന്നെ ഇത് നിങ്ങളുടെ അടുത്ത് വാങ്ങിയതാണ്, പിന്നെ 2 റിയാലിനാണ് വാങ്ങിയത്, 2 റിയാലിനാണ് വാങ്ങിയത്. അപ്പോൾ പിന്നെ ഇയാൾ പറയണില്ല 2 റിയാലല്ല, 1 റിയാലാണ്, 1 റിയാലിനാണ്. മറ്റയാൾ പറയുന്നത് 2 റിയാലാണ്. ഇങ്ങനെ തർക്കമായി. ഇതിന് തെളിവുമില്ല. തെളിവുണ്ടെങ്കിൽ ഓക്കെ, മനസ്സിലായി, ക്യാമറ ഉണ്ടായിനി അല്ലെങ്കിൽ ഇതുണ്ടായിനി, ഇങ്ങനെ തെളിവുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ സാക്ഷി ഉണ്ടായിരുന്നു, അതുണ്ടെങ്കിൽ സാക്ഷികൾ പറഞ്ഞതിനനുസരിച്ച് അത് പ്രശ്നമാകും. അത് ഇല്ലാത്ത സന്ദർഭത്തിൽ ഫൽ ഖൗലു മാ യഖൂലു റബ്ബുസിൽ, ചരക്കിൻ്റെ ഉടമ പറയുന്നതാണിത് സ്വീകാര്യമായ വാക്ക്. ചരക്കിൻ്റെ ഉടമ പറയുന്നത് സ്വീകരിക്കണം. കാരണം എന്താ? അയാൾ കൊടുത്തു എന്നുള്ളത് ഉറപ്പാണ്, അല്ലേ? പക്ഷേ അതിൽ പ്രശ്നം തീരുമില്ല, മനസ്സിലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പിന്നെ കൊടുക്കുന്നതോടൊപ്പം എന്ത് ചെയ്യണം? സത്യം ചെയ്യും വേണം. കാരണം എന്താ? പിന്നെ മറ്റയാളെ സംബന്ധിച്ചിടത്തോളം അയാളടുത്തും ന്യായമാകാം, മനസ്സിലായി? അപ്പോൾ അള്ളാഹുവിനെ പേടിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഈ പ്രശ്നം തീർക്കേണ്ടതെന്നർത്ഥം. പ്രശ്നം തീർക്കേണ്ടത്. ഔ യതതാറക്കാനി, അല്ലെങ്കിൽ 2 ആൾ എന്ത് ചെയ്യണം? കൊണ്ടത് മടക്കി കൊടുക്കണം. അയാൾ എന്താണോ കൊണ്ടത് അയാൾ തിരിച്ചു കൊടുക്കുക, ഇയാൾ എന്താണ് കൊടുത്തത് അയാൾ തിരിച്ചു വാങ്ങുക. പക്ഷേ അവിടെ ഇതിൻ്റെ ഇബ്നു മാജൻ്റെ റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും, ഈ കൊണ്ടതിന് കേടുപാടുണ്ടാകാൻ പാടില്ല. കൊണ്ടതിന് കേടുപാടുണ്ടാകാൻ പാടില്ലതല്ല. കേടുപാടുണ്ടെങ്കിൽ ചങ്ങായി കൊണ്ടുപോയിട്ട് കുറേ ഉപയോഗിച്ചിട്ട് മഷി കഴിഞ്ഞിട്ട് കൊണ്ടുവരണമെങ്കിൽ, മനസ്സിലല്ലേ? അപ്പോൾ ഇയാൾ പൈസ അങ്ങോട്ട് കൊടുത്തിട്ട് ഇതിന് വാങ്ങുമ്പോൾ പൈസ ഓനക്ക് കൃത്യമായിട്ട് കിട്ടിയാണ് റിയാൽ, പക്ഷേ ഇത് ഉപയോഗശൂന്യമാണ്, ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ ഹദീസിൻ്റെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും, കൊടുത്ത സാധനം അതേപോലെ തിരിച്ച് മടക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ചു വാങ്ങിയിട്ട് അയാൾക്ക് തിരിച്ചു കൊടുക്കുക, എന്നിട്ട് ഇത് പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ്. ഏതായാലും പിന്നെ ഇദഖ്തലഫൽ മുതബായിആനി വലൈസ ബൈനഹുമാ ബയ്യിനത്തുൻ ഫൽ ഖൗലു മാ യഖൂലു റബ്ബുസ്സിൽഅ ഔ യതതാറക്കാനി. കൊണ്ടവനും കൊടുത്തവനും ഇടപാടുകാർ അഭിപ്രായ വ്യത്യാസത്തിലാവുകയും 2 ഇടയിൽ തെളിവില്ലാതിരിക്കുകയും ചെയ്താൽ ചരക്കിൻ്റെ ഉടമ പറയുന്ന വാക്കാണ് സ്വീകാര്യമായത്. അതില്ല എങ്കിൽ എന്ത് ചെയ്യണം? അവർ അന്യോന്യം കൊണ്ടതും കൊടുത്തതും പരസ്പരം മടക്കി കൊടുത്ത് പിരിയണം എന്നുള്ളതാണ്. അത് ഹദീസ് റവാഉൽ ഖംസ. ആരൊക്കെ ഖംസ? അബൂ ദാവൂദ്, നസായി, തുർമുദി, ഇബ്നു മാജ, ഇമാം അഹ്മദ്. ഹാക്കിം ഹദീസിന് സഹീഹ് എന്ന് വിശേഷിപ്പിച്ചു. തയ്യിബ്. അടുത്ത ഹദീസ് وعن أبي مسعود الأنصاري رضي الله تعالى عنه قال أن رسول الله صلى الله عليه وسلم نهى عن ثمن الكلب ومهر البغي وحلوان الكاهن متفق عليه. അബൂ മസ്ഊദ് അൻസാരിയിൽ നിവേദനം. എന്താ അബൂ മസ്ഊദ് അൻസാരി പറയുന്നത്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഹ വിരോധിച്ചു അൻ സമനിൽ കൽബ്. എന്താ സമനുൽ കൽബ്? അക്രമക്കുമുള്ള എന്താ? നായ, അതിനെ വിറ്റാലുള്ള വില, നായക്കുള്ള വില, അത് വിരോധിച്ചു. വമഹ്റുൽ ബഗി, വമഹ്രിൽ ബഗി. എന്താ മഹ്റുൽ ബഗി? വേശ്യയുടെ സമ്പാദ്യം. വഹുൽവാൻ അൽ കാഹിൻ, ജ്യോത്സ്യൻ്റെ വരുമാനം. ഹുൽവാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹുലു എന്ന് പറഞ്ഞാൽ എന്താ? സ്വീറ്റ് മധുരം എന്നാണല്ലോ. പിന്നെ അധ്വാനിക്കാതെ കിട്ടുന്ന അതാണ്, നുണ അറിഞ്ഞിട്ട്, അല്ലേ? അതുകൊണ്ടാണ് വളരെ ഈസി ആയിട്ട് നേടുന്നതുകൊണ്ടാണ് അതിനാ പ്രയോഗം.
ഹുൽവാൻ എന്ന പ്രയോഗം. അപ്പോൾ നായയെ വിറ്റാൽ കിട്ടുന്ന തുക, അതേപോലെ വേശ്യയുടെ സമ്പാദ്യം, പിന്നെ വഹുൽവാൻ അൽ കാഹിൻ ജ്യോത്സ്യൻ്റെ വരുമാനം, ഇവയെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിരിക്കുന്നു. നായ അക്രമക്കുമുള്ള വാങ്ങുക എന്നുള്ളത് എന്താണ്? അത് ഹറാമാണ്, മൊത്തത്തിൽ ഹറാമാണ്. നായനെ വാങ്ങാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ കാവലിനുള്ള നായ, കൃഷിക്കുള്ള നായ, മനസ്സിലായല്ലേ, വേട്ടക്കുള്ള നായ, ഇതൊക്കെ നമുക്ക് ഉപകാരം എടുക്കൽ അനുവദനീയമായ വിഷയങ്ങളാണിത്. മൊത്തത്തിൽ നായനെ വളർത്താൻ പാടില്ല. തെണ്ടിപ്പട്ടികളായിട്ടുള്ള അക്രമക്കുമുള്ള അതിനൊക്കെ വധിക്കണം എന്നുള്ളതാണ് ഈ തെണ്ടിയായിട്ട് നടക്കുന്നത്. അതേസമയം വേട്ടയ്ക്ക് വേണ്ടി നായാടാൻ, അതേപോലെ കൃഷിക്ക് നായനെ ഉപയോഗിച്ചിരുന്നു, കൃഷിക്ക്, അതേപോലെ തന്നെ കാവലിന്, ഈ കാര്യങ്ങൾക്ക് നായയെ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉപകാരം അനുവദനീയമായ വിഷയങ്ങളാണ് ഇത്, വേട്ട, കാവൽ, കൃഷി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നായയെ കൊള്ളാം, പക്ഷേ വാങ്ങാൻ പാടുള്ളതല്ല. പക്ഷേ വാങ്ങാതെ നായയെ കൊള്ളാൻ പറ്റിയിട്ടില്ലെങ്കിലോ വാങ്ങാൻ നിർബന്ധിതരാകും. നായ വേണം, വാങ്ങാതെ കിട്ടാനില്ല എങ്കിൽ വാങ്ങേണ്ടി വരും. അത് നിർബന്ധിതാവസ്ഥ. പറഞ്ഞാൽ മനസ്സിലാണ്ട. വാങ്ങാതെ ഒരു നായയെ ഒരാൾക്ക് കൊള്ളാൻ ഈ വിഷയങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെയാണ് വേണ്ടത്. കാരണം എന്താ, നായൻ്റെ വില വിരോധിക്കപ്പെട്ടതാണ്, അത് നിഷിദ്ധ സമ്പാദ്യമാണ്, മ്ലേച്ഛ സ്വത്താണ്. അതേസമയം ഒരാൾക്ക് വാങ്ങാതെ കിട്ടില്ല എങ്കിൽ, വാങ്ങൽ നിർബന്ധമാണെങ്കിൽ, അനിവാര്യമാണെങ്കിൽ, അതെന്താണ്, വാങ്ങൽ ആ നിലക്കാണ്. വാങ്ങാൻ പാടില്ല, പക്ഷേ വാങ്ങൽ അനിവാര്യമായി വന്നാൽ അനിവാര്യത കൊണ്ടാണ് എന്ത് ചെയ്യണത്, വാങ്ങണത്. കൊള്ളുന്നവന് അത് അനുവദനീയമാണെങ്കിലും വിൽക്കുന്നവൻ എന്തല്ല, അത് അനുവദനീയമല്ല. പറഞ്ഞത് മനസ്സിലാകണ്ടോ? കാരണം ഇത് വിൽക്കാൻ പാടില്ലാത്ത സംഗതിയാണ്. പക്ഷേ ഒരാൾ വിൽക്കുകയാണെങ്കിൽ അവനത് അനുവദനീയാവില്ല. പക്ഷേ കൊള്ളുന്നവന് ഇത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ നിലക്ക് അനിവാര്യമാണ് എന്ന നിലക്കല്ല, അത് നായൻ്റെ വില അനുവദനീയമാണെന്നുള്ള നിലക്കല്ല, അനിവാര്യതയുടെ ബാബിലാണത് അത് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. പറയുന്നത് മനസ്സിലാകണ്ടോ? ഇത് ഇടപാടാണിത്, കുറച്ച് ഒരു ഇതാണ് വിഷയമാണിത്. എന്ത് കാവലായാലും, വീട്ടുകാവലായാലും, പിന്നെ ഷോപ്പിന് കാവലായാലും, അതേപോലെ തന്നെ ഇനി പിന്നെ മറ്റെന്ത് കാവലായാലും ഉണ്ട്. സഹാബികൾക്ക് അങ്ങനെ കാവലിന്, പാറാവിന്, കൃഷിക്കൊക്കെ നായനെ ഉപയോഗിച്ചിരുന്നു സഹാബികൾ. നായ വളർത്തുന്ന വീട്ടിൽ മലക്ക് പ്രവേശിക്കൂല എന്ന ഹദീസിലില്ല. നായ ഉള്ള വീട്ടിനകത്ത് നായനെ വളർത്താൻ പാടില്ല, വെക്കാനും പാടില്ലതല്ല. ഒരു ദിവസം മലക്ക് ജിബ്രീൽ വന്ന് വീട്ടിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ കാരണം അവിടെ ഒരു പിന്നെ പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറയിൽ. അപ്പോൾ അത് വീട്ടിനകത്ത് പാടുള്ളതല്ല. ചിലർ വീട്ടിനകത്ത് മടിയിലൊക്കെ അല്ല വളർത്തുന്നത്. അതാണ് ഇതിൻ്റെ ഇഷ്കാൽ. അത് ഈ പാശ്ചാത്യരാണെങ്കിൽ അവരനുകരിച്ചിട്ട് പല മുസ്ലിമീങ്ങളും ആ രീതിയിൽ വളർത്തുന്ന ഒരവസ്ഥ വന്ന്. ഉപദ്രവകാരികളായ മൃഗങ്ങളൊക്കെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ അൽ കൽബുൽ അക്കൂർ, തെണ്ടി പട്ടികൾ, ഉപദ്രവമില്ലാതിരിക്കില്ല. അലക്ഷ്യമായിട്ട് ഇതിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഉപദ്രവമില്ലാതിരിക്കില്ല. അതുകൊണ്ടാണ് ഷറഅ് എന്ത് ചെയ്തത്, അതിനെ വധിക്കണം എന്ന് പറഞ്ഞത്, കൊല്ലണം പറഞ്ഞത്. മനസ്സിലായില്ലേ? ഒന്നുകിൽ കാവലിന്, അതിനെ, അല്ലെങ്കിൽ കൃഷിക്ക്, അല്ലെങ്കിൽ നായാടാൻ, ആ രീതിയിലല്ലാതെ പട്ടിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉപദ്രവമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഷറഅ് എന്ത് ചെയ്ത് അതിന് കൊല്ലാൻ പറഞ്ഞത്. ഒരു മൃഗത്തെ നമ്മൾ ഉപദ്രവിക്കാൻ എന്തിനാ കൊല്ലാൻ പറഞ്ഞത്? മൃഗത്തിനെ ആയാലും കൊല്ലൽ മാന്യാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫൈദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, നിങ്ങൾ വധിക്കുകയാണെങ്കിൽ വധിക്കൽ മാന്യാക്കണം. കൊന്നാൽ ഖലാസ് കൊല്ലലാണ്. അല്ലാതെ ഇങ്ങനെ കല്ലെറിഞ്ഞ് അടിക്കലും പീഡിപ്പിക്കലല്ല, അത് പാടുള്ളതല്ല. മൃഗങ്ങൾക്ക് നേരെ ആ രീതിയിലുള്ള ഉപദ്രവങ്ങൾ പാടുള്ളതല്ല, കൊല്ലുക എന്നുള്ളതാണ്. പറഞ്ഞാൽ മനസ്സിലാകണ്ട. കല്ലെറിഞ്ഞ് ഓടിക്കുക എന്നുള്ളതല്ല, കാണുന്നിടത്തൊക്കെ ആക്രമിക്കുക എന്നുള്ളതല്ല, പിന്നെയോ അതിനെ കൊന്നു കളയുക എന്നുള്ളതാണ്. കാരണം അത് ഉപദ്രവകാരിയാണ്. അത് പൂർവ്വകാലത്ത് ശരിയാണ്. പൂർവ്വകാലത്ത് ദാഹിച്ചു വലഞ്ഞ ഒരു പട്ടിക്ക് വെള്ളം കൊടുത്തിട്ട് സ്വർഗം നേടി, അത് ശരിയാണ്. അതിനിപ്പോൾ പിന്നെ ദാഹിച്ചു വലഞ്ഞ ഏതൊരു മൃഗത്തെ കണ്ടാലും അതിന് പിന്നെ വെള്ളം കൊടുക്കുന്നതും അതിനെ ഇതാക്കുന്നതും പുണ്യാണ്. അതേസമയം അതിനെ അത് വിചാരിച്ചിട്ട് അതിനെടുത്ത് കൊണ്ടുപോയിട്ട് പെരയെ കൊണ്ടുപോയിട്ട് വളർത്തണം എന്ന് പറഞ്ഞാൽ
നമ്മുടെ ഷറയിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഷറയിൽ പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫീ കുല്ലി കബ്ദിൻ റതബത്തിൻ അജ്റുൻ. പച്ച കരളുള്ള എന്തിനും പുണ്യം ചെയ്യുന്നത് എന്താണ്? അതിന് കൂലിയുണ്ട്, അതിൽ ഇഷ്കാലില്ല. അതിൻ്റെ അർത്ഥം ഉപദ്രവികാരിയായിട്ടുള്ളൊരു സംഗതിയെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ പിന്നെ ഇങ്ങനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് വിടുക എന്നുള്ളതല്ല. കൽബുൽ അഖൂറിനെ വധിക്കണം എന്നുള്ളത് സഹിയായി വിവരിക്കപ്പെട്ട ഹദീസാണ്. പല ഹദീസുകളും ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. അത് തെളിയിക്കണമുണ്ട്. ശരി, ഇത്തരം തെണ്ടിപ്പട്ടികളാണ് എന്ത് ചെയ്യുന്നത്, രോഗത്തിന് വിധേയാണത്. അവരാണ് എന്ത് ചെയ്യുന്നത്, അതാണ് കടിച്ചു പറിച്ചും അതേപോലെ മനുഷ്യരെ ദ്രോഹിച്ചുമൊക്കെ മാറണത്. ആരാധനാ വസ്തുക്കളാണ് എങ്കിൽ നക്ഷത്രമാകട്ടെ ഒക്കെ അതിൽ പെടും. വിഗ്രഹം ആരാധിക്കപ്പെടുന്ന രീതിയിലാണെങ്കിൽ വിൽക്കാൻ പാടുന്നതല്ല. ഖലാസ്. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്നും വിട്ടു നിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും.